എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ തകർച്ചയുടെ അകത്തട്ടിൽ നടക്കുന്ന ഒരു കാര്യം, നമ്മുടെ കാർഷിക വിളകൾ അല്ലെങ്കിൽ ഭക്ഷ്യവിളകൾ മാറ്റിയിട്ട് വ്യാവസായിക വിളകളിലേക്ക് സംസ്ഥാനത്തെ മാറ്റിയത് സംസ്ഥാനത്തിൻ്റെ നാശത്തിൻ്റെ വലിയൊരു കാരണമാണ്. ഇതിന് പുറകിൽ നമ്മൾ കൃത്യമായി പഠിച്ചു ചെല്ലുകയാണെങ്കിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്ന് മനസ്സിലാവും. നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ 10 ജില്ലകളിലും തന്നെ ഒരു പരിധി വരെ പറഞ്ഞാൽ റബ്ബർ കൃഷിയുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ എന്ത് കാണിച്ചു? 1 ഏക്കർ ഉള്ളവനും 1/2 ഏക്കർ ഉള്ളവനും 10 ഏക്കർ ഉള്ളവനും എല്ലാം മുഴുവൻ സ്ഥലങ്ങൾ റബ്ബറോ അങ്ങനെയുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി തുടങ്ങി. റബ്ബറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ശകലം വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കാര്യമായ പണിയൊന്നും അതിനില്ല. അങ്ങനെ റബ്ബർ തോട്ടങ്ങൾക്കകത്ത് വേറെ ഒരു കൃഷി ഒട്ട് ചെയ്യാനും മേല. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, മുൻകാലങ്ങളിൽ കൃത്യമായി വീട് നടന്നു പോകാൻ റബ്ബർ തോട്ടത്തിൽ നിന്ന് വരുമാനമുള്ള ജനമെല്ലാം മടിയന്മാരായി മാറി. പറമ്പ് മുഴുവൻ റബ്ബർ വെച്ചു. ആദ്യത്തെ 2-3 വർഷം തോട്ടപ്പയറിട്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അന്നേരം വല്ല കപ്പയോ ചേനയോ വാഴയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് റബ്ബർ അങ്ങ് വലുതായി കഴിഞ്ഞപ്പം വെട്ടാൻ ഒരുത്തനെ ഏൽപ്പിച്ചു. അയാൾ റബ്ബർ വെട്ടി കൊണ്ടുവന്ന് ഷീറ്റ് ഉറയൊഴിച്ചോ വീപ്പയ്ക്കകത്തോ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ കൊണ്ട് ആവശ്യമുള്ള സാധനം മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയി. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മറ്റുള്ള പണികളിൽ നിന്നെല്ലാം അങ്ങ് പിന്മാറി. അപ്പോൾ സർക്കാർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മനുഷ്യരുടെ ഈ മടി നിലനിർത്താൻ വേണ്ടി ഓരോ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടം വരുമ്പോൾ റബ്ബറിന് ഒരു 5 രൂപ അങ്ങ് കൂട്ടി വെക്കും. റബ്ബറിന് 5 രൂപ കൂട്ടി വെച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 10 രൂപ കൂട്ടി വെച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 30 രൂപ വരെ ഇപ്പോഴത്തെ ഒരു വിലക്കയറ്റത്തിൻ്റെ തോതനുസരിച്ച് ഒരു 30 രൂപ വരെ ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനോട് പറയാം 187 രൂപ അങ്ങാണ്ട് പത്രത്തിലുണ്ട്, പക്ഷേ കടയിൽ ചെന്നപ്പോൾ 157 രൂപയ്ക്കാണെങ്കിൽ മതി, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ മനുഷ്യൻ ചിന്തിച്ചിരുന്നതോ 10 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ട്, അല്ലെങ്കിൽ 1 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ട്, അതിനകത്തുനിന്ന് കിട്ടുന്നത് കൊണ്ട് അരിയും മേടിക്കാം, ബാക്കി സാധനവും മേടിക്കാം, പിന്നെ വേറെ ഭാരമൊന്നുമില്ല, 10-30-35 വർഷത്തേക്ക് വെട്ടാമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ മനുഷ്യരിൽ നല്ലൊരു ശതമാനം മലയാളികളിൽ ഒരു പരിധി കൂടുതൽ പ്രായമുള്ള ഒരു മടിയന്മാരായി മാറി. ഇനി രസമതല്ല, ഇപ്പോൾ വന്നപ്പോൾ ടയർ നിർമ്മാണത്തിന് സ്വാഭാവിക റബ്ബർ ഇപ്പം വേണ്ടെന്നാണ് കൂടുതലും പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്വാഭാവിക റബ്ബറിന് വിലയില്ലാത്തത്. പുതിയ ടെക്നോളജിയിൽ ടയറുകൾ ഉണ്ടാക്കുന്നത് കൃത്രിമ റബ്ബറുകൾ കൊണ്ടാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാഭാവിക റബ്ബറിനുണ്ടാക്കുന്ന ടയറിന് മൈലേജ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ കവർ ചെയ്യാനുള്ള പവർ കുറവാണ്. സിന്തറ്റിക് റബ്ബർ, കൃത്രിമ റബ്ബറിനാണ് പവർ കൂടുതൽ. അതുകൊണ്ട് കൃത്രിമ റബ്ബറാണ് ഇപ്പോൾ ആവശ്യം. അങ്ങനെയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഈ ടയറും അനുബന്ധ വ്യവസായങ്ങൾക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റബ്ബറും അനുബന്ധ വ്യവസായങ്ങൾക്ക് വേണ്ടിയും ഉണ്ടാക്കിയ ഈ കൃഷി ഇനി മുന്നിലോട്ട് ലാഭകരമല്ലെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരായിരുന്നു? കേരളത്തിലെ റബ്ബർ ബോർഡായിരുന്നു. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് ലാഭകരമല്ല എന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഗവൺമെൻറ് ആയിരുന്നു. ഈ റബ്ബർ ബോർഡിലും കൃഷി ബോർഡിലും ഒക്കെ വലിയ ഡോക്ടർമാരുണ്ടല്ലോ, ഇവന്മാർ എന്നാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മുന്നോട്ട് പോയാൽ ഗതിയില്ല എന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ് ആയിരുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, മീനച്ചിൽ താലൂക്കിലും കാഞ്ഞിരപ്പള്ളി താലൂക്കിലുമാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ റബ്ബർ കൃഷിയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. ഇവിടെയുള്ള നല്ലൊരു ശതമാനം കൃഷിക്കാർക്ക് മനസ്സിലായി ഈ കൃഷിക്ക് ഇനി ഭാവിയില്ല. അതിൽ പുരയിടങ്ങളിലൊക്കെ വെട്ടിക്കളയാൻ പറ്റുന്ന റബ്ബറുകൾ മിക്കരും തന്നെ വെട്ടിക്കളഞ്ഞിട്ട്, എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ ഒരു 8-10 ഏക്കർ സ്ഥലത്തുണ്ടായിരുന്ന റബ്ബർ, ഒരു തെങ്ങ് വണ്ണം ഉണ്ടായിരുന്ന ആ കൊല്ലം വെട്ടാൻ തുടങ്ങുമായിരുന്ന റബ്ബർ ചുവടെ വെട്ടിക്കളഞ്ഞു. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു സാറേ എന്താ ഇങ്ങനെ കളഞ്ഞു? അന്നേരം പറഞ്ഞു, ഇത് മുന്നോട്ട് ഒരു ഗതിയില്ല, ഇത് വെട്ടുകാരന് കൊടുക്കാനുള്ള ഗതി പോലും ഇല്ല. മഴക്കാലത്ത് ഇത് കൂലി കൊടുത്ത് വെട്ടിച്ചാൽ വേനൽക്കാലത്ത് കൂലി കൊടുക്കാനുള്ളത് കിട്ടുകയില്ല. അതുകൊണ്ട് എന്നാ ചെയ്യുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ തോട്ടമുള്ള ഒരു പപ്പാതി കൊടുക്കുക, എന്നാലും വേനൽക്കാലത്ത് വെട്ടുകാരൻ വെട്ടുകയില്ല, കാരണം വെട്ടാൻ അവൻ്റെ കൂലിക്കുള്ളത് കിട്ടുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ കൃഷി നഷ്ടമാണെന്നറിഞ്ഞ് ഇതിനെ മുന്നേ കണ്ട് ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനായിരുന്നു. ഗവൺമെൻറ് അത് ചെയ്തില്ല. എന്നാന്ന് ചോദിച്ചാൽ, ഭരിക്കുന്നവരുടെ തലയ്ക്കകത്ത് ഇതൊന്നും മനസ്സിലാക്കാനോ മുന്നോട്ട് കാണാനോ ഉള്ള ഒരു സാധനവും ഇല്ല. വെറും കളിമണ്ണായതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റിയില്ല. കുറേ ആളുകൾ എന്നാ കാണിച്ചു, അവരത് വെട്ടിക്കളഞ്ഞിട്ട് ചിലർ റംബുട്ടാൻ വെച്ചു, ചിലർ പക്ഷേ കഴിഞ്ഞ കൊല്ലം റംബുട്ടാൻ കൃഷിയും അടിയേ പോയി. ഞാനിത് പറഞ്ഞു വന്നത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഭരണങ്ങാനത്തൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇച്ചിരി സ്ഥലമുള്ള ആൾ, അവർ 5-8-10 ഏക്കർ സ്ഥലം കാണും. അദ്ദേഹം ഒരു 10-15 സെൻറ്റ് സ്ഥലത്ത് ഒരു വലിയ മീൻകുളം ഉണ്ടാക്കിയിട്ടുണ്ട്.
12 ലക്ഷം ലിറ്റർ വെള്ളം കിടക്കും. പാറയുള്ള സ്ഥലമായിരുന്നു. പാറ വെടിവെച്ച് താത്ത്, അദ്ദേഹത്തിന് പൈസ ഉള്ളതുകൊണ്ട് അത് ചെയ്യാൻ പറ്റി, വെടിവെച്ച് താത്ത് ഒരു വലിയ കുളം ഉണ്ടാക്കി. ആ കുളത്തിനകത്തോട്ട് മഴവെള്ളം നേരെ വീഴുക. അപ്പം ഞാൻ ചോദിച്ചു, സാറേ ഇതിന് പാത്തിയോ വല്ലതും വെച്ചിട്ടുണ്ടോ? എന്തൊരു പാത്തിയോ, ഒരു വീടിന് എന്നാ വലിപ്പമുണ്ട്? അദ്ദേഹം, ഞാൻ പറഞ്ഞു ഒരു 10,000-3000 സ്ക്വയർ ഫീറ്റ് കാണും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിപ്പം 5000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഇതിൻ്റെ ഏരിയ. 5000 സ്ക്വയർ ഫീറ്റിലെ മഴവെള്ളം നേരെ അതിനകത്തോട്ട് വീഴുക. ഒരു മഴക്കാലത്ത് അതിനകത്ത് 12 ലക്ഷം ലിറ്റർ വെള്ളം നിറയും. 12 ലക്ഷം ലിറ്റർ വെള്ളം നിറയുന്നതിനകത്ത് സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് പായലുണ്ടാകും. ഇദ്ദേഹം അതിനകത്ത് ഗൗര മീനിട്ടിരിക്കുക. പുള്ളി പറഞ്ഞു, ഞാൻ മീൻ വിൽക്കുന്നൊന്നുമില്ല, 2 വർഷം, 1 വർഷം കൊണ്ട് 2 കിലോ 3 കിലോ ആയി വരും, വലിയ തീറ്റയും കൊടുക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള മീൻ. അപ്പോൾ അദ്ദേഹം പറയുക, ഞാനൊരു സ്വയം പര്യാപ്തതയിലേക്ക് പോവുക. എനിക്ക് 2-3 പശുവുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ നടക്കും. പിന്നെ എനിക്ക് കൃഷിയുണ്ട്. പുള്ളിക്കാരൻ പറയുക, എനിക്ക് പച്ചക്കറി കൃഷിയുണ്ട്, പിന്നെ കിഴങ്ങുണ്ട്, കപ്പയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറയാം, നമ്മൾ തമിഴ്നാടിനെ ഒന്ന് നോക്കിക്കേ. തമിഴ്നാട് ഒരു കൃഷിയല്ല ചെയ്യുന്നത്, അവർ എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യുക, വിവിധങ്ങളായ വിളകൾ, കൃത്യമായ പരിപാലനം, സർക്കാർ കൂടെ നിൽക്കുന്നു, കറണ്ട് ഫ്രീ, വെള്ളം ഫ്രീ, വളത്തിന് സബ്സിഡി, കൃത്യമായ ഉപദേശങ്ങൾ, ഇതെല്ലാം കൊടുത്ത് അവിടെ നല്ലപോലെ നോക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുക, കേരളത്തിൽ ഒരു 30 സെൻറ്റിന് മുകളിലോട്ടുള്ള ആളുകൾ മുന്നിലോട്ട് ഭക്ഷ്യ പ്രതിസന്ധികളും ഒക്കെ വരുമെന്ന് കണക്ക് കൂട്ടി അവനോ നിലനിൽക്കത്തക്ക വിധമുള്ള രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകും. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുക, ഇപ്പോൾ കേരളത്തിൽ അണ്ടർവെയറിന് വരെ നികുതിയുണ്ട്, അത് സാധനം മേടിക്കുമ്പോൾ അതിന് GST ഉണ്ട്. പക്ഷെ നാളെ അണ്ടർവെയർ ഇടണേലും അണ്ടർവെയർ ഇടാതെ നടക്കണേലും നികുതി കൊടുക്കേണ്ടി വരുമെന്ന് വളരെ തമാശയായിട്ട് പറഞ്ഞതാണേലും ഞാനതിനകത്ത് വലിയൊരു കാര്യം മനസ്സിലാക്കി. അപ്പം വെള്ളത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രതിസന്ധിയില്ല. എല്ലാ കാലത്തേക്കുള്ള വെള്ളം അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് കിടപ്പുണ്ട്. കൃഷിയും ബാക്കി കാര്യങ്ങളും എല്ലാം നനയ്ക്കാനുള്ള വെള്ളം ഏത് വേനൽക്കാലത്തും വെറുതെ ഫ്രീ ആയി പോകുന്ന കിട്ടുന്നുണ്ട്. എത്ര ദീർഘവീക്ഷണത്തോടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. നമ്മുടെ ഗവൺമെൻറ് കൃത്യമായിട്ട് ഇടപെട്ട് സഹകരിക്കുകയാണെങ്കിൽ ജനത്തിന് എത്ര കൃത്യമായിട്ട് പോകാം. തമിഴ്നാട് ഗവൺമെൻറ് അതാ അവിടുത്തെ ജനത്തിന് കറണ്ട് ഫ്രീ കൊടുക്കുക. കാരണം ഭക്ഷണം ഉണ്ടാകട്ടെ. വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടായാൽ ആശുപത്രികളിൽ കോടികൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, അത് ലാഭമുണ്ട്. ഗവൺമെൻറ് ആശുപത്രി സാധാരണക്കാരെ ചികിത്സിക്കാൻ കോടികൾ ഗവൺമെൻറ് മുടക്കേണ്ട കാര്യമില്ല. ഇവിടെ നേരെ തിരിച്ച് എങ്ങനെ മരുന്ന് മേടിക്കാമെങ്കിൽ അതിൻ്റെ കമ്മീഷൻ അടിക്കാമെന്ന് ഇവിടെ ചിന്തിക്കുന്നത്. ഇവിടെ ആശുപത്രി കെട്ടിടം പണിതാൽ എങ്ങനെ അതിനകത്തുനിന്ന് പൈസ വരാമെന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചാൽ അകത്തുനിന്നും പുറത്തുനിന്നും എങ്ങനെ നിയമനത്തിൻ്റെ കോഴ മേടിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചില്ലറ ഉണ്ടാക്കാമെന്നാണ് ചിന്തിക്കുന്നത്. ഇന്ന് പത്രത്തിൽ കണ്ടു, വൈദ്യുത ബോർഡിൽ ഏതാണ്ട് 16.5 ലക്ഷം രൂപ ഗൂഗിൾ പേ കൈക്കൂലി മേടിച്ചു. ഈ കേരള ചരിത്രത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കൈക്കൂലി കേസിൽ പിടിച്ചവരെവിടെയാണെന്ന് ഒരു വിവരാവകാശം വെച്ച് ചോദിക്കേണ്ട അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. കൈക്കൂലി കേസിൽ പലരെയും വിജിലൻസ് പിടിക്കുന്നുണ്ട്. ഇവരെവിടെ പോകുന്നു? ഇവരുടെ അവസ്ഥ എന്താകുന്നു? ഇനി നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മുല്ലപ്പെരിയാർ ഡാമിന് മാന്യമായ കംപ്ലൈൻ്റ് ഉണ്ട് എന്നത് ഒരു സത്യമാണ്. അതിൻ്റെ വലിപ്പമോ അതിൻ്റെ അവസ്ഥയോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിൻ്റെ പകുതി കാണുകയില്ല. വേറൊരു കാര്യമുണ്ട്, ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ തമിഴ്നാടിൻ്റെ 5 ജില്ലയും കാണുകയില്ല. അങ്ങനെ ഈ തമിഴ്നാടിൻ്റെ 5 ജില്ലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഡാം പണിതത് തന്നെ. ഇങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താകും? എന്നാൽ അതിനു മുമ്പേ ഇത് ഈ സംഭവിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ശാശ്വതമായി പരിഹരിക്കേണ്ടത് ഗവൺമെൻറ് അല്ലേ? ഗവൺമെൻറ് എന്തെടുക്കുക ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരമില്ലാതെ? ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊരു സാമ്പത്തിക കരുതൽ വേണ്ടേ? ഗവൺമെൻറ് എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? പിന്നെ ഇവിടുത്തെ ജനത്തിനൊരു സ്വയം പര്യാപ്തത ഭക്ഷ്യമേഖലയിലെ ഒക്കെയും വേണ്ടേ? അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടതാരാ? ചെയ്യിക്കേണ്ടതാരാ? മുന്നേ നിന്ന് ചെയ്യേണ്ടതാരാ? ഗവൺമെൻറ്റിന് ഈ കാര്യങ്ങളിൽ ഒന്നും താല്പര്യമില്ലെങ്കിൽ അത് ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചൊരു ഗവൺമെൻറ് അല്ല. ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കൊടുക്കാനും രാഷ്ട്രീയക്കാരുടെ ദൂരത്തിനും വേണ്ടി മാത്രമാണെങ്കിൽ അതിനെ ഒരു കൊള്ള സങ്കേതം എന്നേ പറയാൻ പറ്റുള്ളൂ. അധികാരവർഗം എന്ന് പറയുന്ന 80 ലക്ഷമായ ഞങ്ങൾ കിട്ടുന്നത് വീതിച്ചെടുത്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കും എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു ഗവൺമെൻറ് അല്ല. അതുകൊണ്ട് നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് എത്താവുന്ന വിധത്തിൽ നമ്മളെ നയിക്കാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടാവുമെങ്കിൽ അന്നേ നമുക്കൊരു ഗവൺമെൻറ് ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.